Hi friends, welcome to my channel. എൻ്റെ പേര് അശ്വതി. ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഡ്രസ്സിംഗ് നമ്മുടെ മൂഡിനെയും കോൺഫിഡൻസിനെയും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ഡ്രോവേഴ്സ് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. ഇതാണ് എൻ്റെ ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ. സ്റ്റാർട്ടിങ് വിത്ത് ഒരു ചെറിയ സ്റ്റൂൾ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ഡ്രോവർ ആയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ഡ്രോവറാണ്. ഈ മേടിച്ചിരിക്കുന്ന മിറർ നമ്മൾ എല്ലാം സെപ്പറേറ്റ്ലിയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഐക്കയിൽ നിന്ന് മേടിച്ചൊരു മിററാണ്. എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ ഡു ചെക്ക് ഔട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓൾസോ ഫോർ ഡീറ്റെയിൽസ്. താഴത്തെ ഡ്രസ്സിംഗ് ടേബിൾ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡ്രസ്സിംഗ് ടേബിളിൽ അധികം ഞാൻ സാധനങ്ങളൊന്നും വെക്കാറില്ല. കാരണം അധികം മേക്കപ്പ് ഐറ്റം അല്ലെങ്കിൽ സ്കിൻ കെയർ ഐറ്റംസ് ഇല്ല. ഇതെല്ലാം റീയൂസ് ചെയ്യുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സസ് ആണ്. ഇതെല്ലാം നമ്മൾ ഗിഫ്റ്റിംഗ് ചിലപ്പോൾ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സസ് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം അതിന് വേണ്ടിയിട്ട് പുതിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൽ ഞാൻ എൻ്റെ എസെൻഷ്യൽ ഓയിൽസ് ആണ് വെക്കുന്നത്. എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ കോൾഡ് വരുമ്പോൾ ഉപയോഗിക്കേണ്ട യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ നീൽഗിരി ഓയിൽ ഞാൻ വെക്കാറുണ്ട്. കാരണം എനിക്ക് കോൾഡിൻ്റെ പ്രശ്നം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഉണ്ടാവാറുണ്ട്, അലർജി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ ആ ബോക്സിൻ്റെ തന്നെ മുകളിലത്തെ ലിഡാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് ലിപ്സ്റ്റിക്കും അങ്ങനത്തെ ചില്ലറ കാര്യങ്ങളാണ്. ഐലൈനർ ഉണ്ട്, ചെറിയ ബോട്ടിൽ പെർഫ്യൂം ഉണ്ട്, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വേറെ നിറത്തിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ്. ഇതും ഒരു ഗിഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതിൽ ഞാൻ എൻ്റെ കോമ്പും സൺസ്ക്രീനും ഈ ഒരു ചെറിയ ബോക്സിൽ ഞാൻ വെക്കുന്നത് എൻ്റെ ഇയറിങ്സ്, എന്നും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇയറിങ് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ ക്ലിപ്പും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ മേജർ ഒരുങ്ങാനുള്ള കാര്യങ്ങളെല്ലാം. ഇത് ഞങ്ങളുടെ വാട്ടർ കൂപ്പൺ ആണ് കേട്ടോ. അത് എപ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. താഴത്തെ ഡ്രോവർ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഡ്രോവറാണ്. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രോവറാണ്. നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ ഉള്ള ഭംഗി മാത്രമല്ലല്ലോ, നമ്മൾ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണമാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് ഡ്രോവറിൽ വെച്ചിരിക്കുന്നത്. ഈ ഒരു ബോക്സിൽ വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഹെഡ്ഫോൺസ് ആണ് ഒരുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ രാത്രി ഉറങ്ങണേക്കാളും മുമ്പ് ഞങ്ങൾ ഐപാഡും ഫോണും എല്ലാം ഇതിൽ വെച്ചിട്ടാണ് ഉറങ്ങാറ്. പിന്നെ ഒരുങ്ങി കഴിയുമ്പോൾ ഞാൻ ഈ ഒരു ബുക്കിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു ഏഡ് എടുത്തിട്ട് ഞാൻ വായിക്കാറാണ് പതിവ്. എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്. കാരണം ഒരു സെൽഫ് മോട്ടിവേഷൻ, ഒരു പുസ്തകത്തിൽ നിന്നിട്ടും പേജ് എടുത്തിട്ട് 2-3 സെന്റൻസസ് വായിച്ചിട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. ആ ഒരു ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോവാറ്. കാരണം മറവി ഒരു പ്രശ്നമാണ് എനിക്ക്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൗത്ത് ഫ്രഷ്നേഴ്സ് ഒന്നും കഴിച്ചിട്ട് പുറത്തേക്ക് പോകാറില്ല. ഇങ്ങനത്തെ പെരുംജീരകം, ഓവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറ്. ഈ ഒരു ഡ്രോവർ കഴിഞ്ഞു. ഇനി ടേബിൾ ടോപ്പാണ് വരുന്നത്. ടേബിൾ ടോപ്പിൽ എനിക്ക് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലിൽ ഒതുങ്ങും. ഇതൊരു ആൽമണ്ട് ഓയിലാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് പണ്ടേ എപ്പോഴും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ബോട്ടിലാണ്. അതിലാണ് ഞാനിപ്പോൾ ഈ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ആൽമണ്ട് ഓയിൽ ഞാൻ എൻ്റെ സ്കിന്നിലും ഫേസിലും എവിടെയെങ്കിലും ഡ്രൈ പാച്ചസ് ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ്. മൾട്ടി പർപ്പസ് ഓയിലാണ്. സോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്പയറിങ് ചെയ്യുന്ന കാര്യമാണ് പ്ലാന്റ്സ്. സോ ഇതൊരു ചെറിയൊരു ചെടിയാണ്, ഞാനിപ്പോൾ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ, മണി പ്ലാന്റ്. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് പ്ലാന്റിങ്. അതുപോലെ തന്നെ ഹ്യൂമിഡിഫയർ, ആരോമ തെറപ്പി എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. എസെൻഷ്യൽ ഓയിൽ ഇതിൽ വീത്തി കഴിഞ്ഞാൽ ഹ്യൂമിഡിഫൈ ആയിട്ട് ആ ഒരു സ്റ്റീം അല്ലെങ്കിൽ ഹ്യൂമിഡിഫൈഡ് എയർ ആണ് ഇതിന്ന് വരുന്നത്. സോ ഇത് അത്രയ്ക്ക് ചിലവുള്ള ഒരു കാര്യമല്ല, നിങ്ങൾക്കും മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റും. നല്ലൊരു സ്മെല്ലാണ് വീടിനകത്ത് വരുന്നത്. സോ രാവിലെ ഒരുങ്ങുന്ന സമയത്തൊക്കെ ഇത് ഞാൻ വീത്തി വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ ഡ്രസ്സിംഗ് ഡ്രോവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ സ്റ്റൂളൊന്ന് മേടിച്ചിരിക്കുന്നത്, അതിലും സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഒരു സ്റ്റൂളാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ഡ്രസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല, എനിക്ക് ബേസിക്കലി യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്.
ഈ രീതിയിലായിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും കുറച്ച് പുതിയ ഐഡിയാസ് കിട്ടിക്കാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ കോമെന്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.